ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ സ്പെഷ്യലായിട്ടുള്ള ചെറുപയർ കുത്തിക്കാച്ചിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചെറുപയർ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണിക്കൂറോളം കുതിർത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മൂടി വെച്ചിട്ടൊരു 4 മിനിറ്റ് വേവിക്കാം. ഇത് കുതിർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് പ്രഷർ കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5-8 മിനിറ്റ് മതി വേവാനായിട്ട്. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചെറുപയർ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. ചെറുപയറൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുപയർ വേവാനായിട്ട്. പിന്നെ നമുക്ക് കുത്തിക്കാച്ചാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 10 ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നന്നായിട്ട് ചെറിയുള്ളിയൊക്കെ വേണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പച്ചമുളക് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങളുടെ കയ്യിലിപ്പോൾ ചതച്ച മുളക് പൊടി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വറ്റൽമുളക് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്താലും മതി കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ട്രഡീഷണലി നമ്മൾ ആകെ ചതച്ച മുളക് പൊടി മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷെ നല്ലൊരു കളർ ഇട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈൽ ചെറുപയർ കുത്തിക്കാച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെറുപയർ ഇഷ്ടമില്ലാത്തവർ വരെ നന്നായിട്ട് കഴിക്കുന്നത്, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.